രാഷ്ട്രീയത്തിൽ ഏറ്റവും ധീരമായ വ്യക്തിത്വമുള്ള നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. തന്റെ 50 വർഷത്തെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് CPM പാർട്ടിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുകയാണ്. ഈ പടിയിറങ്ങുന്ന വേളയിൽ പോലും അവിടുത്തെ സഖാക്കൾ, അല്ലെങ്കിൽ ഇന്നലത്തെ മഴയ്ക്ക് കുരുത്തു വന്ന കുറെ സഖാക്കൾ അദ്ദേഹത്തെ ചാപ്പ കുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ വരെ തേജോവധം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തൊരു പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്കൊരു വീഡിയോയിലേക്ക് കടക്കാം. ജി സുധാകരന്റെ ജന്മനാട്ടിൽ CPM പ്രതിഷേധ പ്രകടനം. ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. വർഗവഞ്ചനയ്ക്ക് മാപ്പില്ല എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ധീരനായ സഖാവാണ് ജി സുധാകരൻ. അദ്ദേഹം പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുകയാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത പേരാണ് ആര്? ഈ CPM സഖാക്കൾ ചാർത്തി കൊടുത്ത, അല്ലെങ്കിൽ ചാപ്പ കുത്തിയ പേരാണ് വർഗവഞ്ചകൻ. അദ്ദേഹം എങ്ങനെയാണ് വർഗവഞ്ചകനാകുന്നത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ നാൾ വഴികളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. തന്റെ 15ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പാർട്ടി അംഗമാകുന്നത്. 2022 അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുന്നത്, ഔദ്യോഗികമായി രാജിവെക്കുന്നത്. 7 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. അതിൽ 4 തവണ അദ്ദേഹം വിജയിച്ചു. 2 തവണ മന്ത്രിയാവുകയും ചെയ്തു. സഖാവ് VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിലും സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലും എല്ലാം നമുക്ക് ജി സുധാകരൻ എന്നൊരു വ്യക്തിയുടെ സാന്നിധ്യം കാണാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം, അതായത് 2026 വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് വേറെ എവിടെയുമല്ല, അദ്ദേഹത്തിന്റെ തട്ടകമായ അമ്പലപ്പുഴയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒടുവിലത്തെ അപ്ഡേറ്റ്, അമ്പലപ്പുഴയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലെന്നാണ്. അതിനർത്ഥം കോൺഗ്രസ് ജി സുധാകരനെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പിന്തുണ നൽകിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് CPM സംഭാവന ചെയ്ത 4ാമത്തെ നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. ആദ്യത്തെ വ്യക്തി കൊല്ലത്തെ ഐഷ പോറ്റി. 2 പാലക്കാട്ടെ PK ശശി, മുൻ MLA ആയിരുന്നു, CPM നേതാവുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ചാഞ്ചാടി കോൺഗ്രസിലേക്ക് സ്ഥാനാർത്ഥിയാകുമെന്ന് പറയപ്പെടുന്നു. അഭ്യൂഹം മാത്രമാണ്, നമുക്കറിയത്തില്ല. ഇനി 3ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇടുക്കിയിലെ ദേവികുളം ജില്ലയിലെ മുൻ MLA ആയിരുന്നു, CPM നേതാവുമായിരുന്നു. ഒരുപാട് വർഷത്തെ പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ്. 1-2 തവണയല്ല, 3 തവണയിലേറെ അദ്ദേഹം MLA ആയിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്, S രാജേന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത് BJP-യിലേക്കാണ്. അതായത് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നും, പാർട്ടിയുടെ ഇപ്പോഴത്തെ ആശയങ്ങൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനാവാതെ അദ്ദേഹം അവിടെ നിന്ന് അടിയുണ്ടാക്കി പോയി എന്നാണ് പറയുന്നത്. 4ാമത്തെ വ്യക്തിയാണ് ജി സുധാകരൻ. പറഞ്ഞുവല്ലോ, കണ്ണൂർ ലോബി കാരണവും അതുപോലെ പിണറായിസവും കാരണവും അദ്ദേഹത്തിന്റെ ആശയവും ഇവരുടെ ആശയവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് പ്രധാന കാരണം. SFI രൂപീകരിക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. മാത്രവുമല്ല 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. ഇത്രയും പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിനെയാണ് ഇവർ തേജോവധം ചെയ്യുന്നത്. തെരുവുകളിൽ വർഗവഞ്ചകൻ എന്ന് ബാനർ ഒട്ടിച്ച് നടക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ എവിടെ നിന്നാണ് ആരോപണങ്ങളുടെ തുടക്കമെന്ന് നമുക്ക് നോക്കാം. ജി സുധാകരന്റെ തട്ടകമായ അമ്പലപ്പുഴയില് കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയായ H സലാമിന് ജി സുധാകരന് കിട്ടിയതിന് അത്രയും വോട്ട് ലഭിച്ചിരുന്നില്ല എന്നൊരു ആരോപണമാണ് ആദ്യം തുടങ്ങിയത്. ഈ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, എളമരം കരീമാണ്. ഈ എളമരം കരീം തന്നെ ജി സുധാകരനെതിരെ 22 ആക്ഷേപങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എളമരം കരീം ലോക്സഭാ ഇലക്ഷന് മത്സരിച്ചിരുന്നു. അദ്ദേഹം തോൽക്കുകയും ചെയ്തു. എന്നാൽ ആ തോൽവിയിൽ ഒരു അന്വേഷണമില്ല, ഒരു പരാതിയില്ല, ആർക്കും ആരുടെ മുന്നിലും ഒരു റിപ്പോർട്ടും സമർപ്പിക്കേണ്ട. സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ച ഈ ഒരു ആക്ഷേപത്തിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്തത്. പക്ഷെ അതിനു മുന്നേ തന്നെ പാർട്ടിക്ക് പുറത്താക്കാനായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തെ തല്ലിക്കെടുത്തിക്കൊണ്ട് തന്നെയാണ് തന്റെ വ്യക്തിത്വത്തെ ഇനിയും അവിടെ ഹോമിക്കേണ്ട എന്ന് തീരുമാനിച്ച് ജി സുധാകരൻ ആരോടും ഒരു ദേഷ്യവും വിദ്വേഷവും, ആരെ ഒന്നിന്റെ പേരിലും ചാപ്പ കുത്താതെ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നും മൗനമായിട്ട് പോയത്. അതിനെ ശരിവെക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ചാപ്പ കുത്തുന്നതിന് ശരിവെക്കുന്നതാണ് നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ പ്രസംഗം. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയല്ലോ, പിന്നെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കേണ്ട കാര്യം എന്താണ്? അല്ല പുറത്തു പോയ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് പുറത്തു പോയ പിന്നെ പോട്ടേന്നാണോ?
എന്തിനാ എഴുന്നേൽപ്പിക്കാൻ? അദ്ദേഹം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറഞ്ഞ കാര്യമല്ലേ. ഞങ്ങളെന്തിനു എഴുന്നേൽപ്പിക്കാനാണ്? അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അദ്ദേഹത്തിന് ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. അല്ല പക്ഷേ ഈ ജി സുധാകരന്റെ കാര്യത്തിൽ പ്രശ്നം പാർട്ടി അവഗണിച്ചു, പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യം. അപ്പൊ അതൊക്കെ അവഗണിക്കാനാണോ അത് അതിനോട് പ്രതികരിക്കാനാണോ? അല്ല, ഞങ്ങൾക്ക് അതിന്റെ പേര് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. അതല്ല ഞങ്ങൾ അതിന് പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അലക്കം നടത്തേണ്ട കാര്യം. അദ്ദേഹത്തിന് ബോധ്യം അയാൾക്ക് ബുദ്ധിയില്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് പോയത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അദ്ദേഹം മത്സരിക്കുമ്പോ അദ്ദേഹം മത്സരിക്കുന്നതിന് നമ്മൾ ഗൗരവമായി കാണുന്നില്ല. ഞങ്ങൾ സിറ്റിംഗ് സീറ്റല്ലേ അമ്പലപ്പുഴ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കർശനമായി ജയിക്കോടെ. കേട്ടല്ലോ അല്ലെ, അമ്പലപ്പുഴയിൽ 11,000-ലേറെ ഭൂരിപക്ഷത്തിലാണ് എച്ച് സലാം ജയിച്ചത്. പക്ഷെ എന്നിട്ടും ജി സുധാകരനെ വേട്ടയാടുന്നത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന് അറിയാത്തത്. ജി സുധാകരന്റെ കുത്തക മണ്ഡലമായ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് ഇതിനും മേലെ വോട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം എന്തുകൊണ്ട് എച്ച് സലാമിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ ചോദ്യം. ആ ചോദ്യം ജി സുധാകരനാണോ മറുപടി പറയേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ഇതിനെതിരെ അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ജി സുധാകരന്റെ വാക്കുകളിലേക്ക്. എച്ച് സലാമും സജി ചെറിയൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നെ ഇന്ന് വഞ്ചകനെ വിളിച്ച് പത്രത്തെ അടിച്ചു വന്നിട്ടുണ്ട്. MAB എന്താ പറഞ്ഞേ? ജനറൽ സെക്രട്ടറി എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയെന്നല്ലേ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ജി സുധാകരനെ വ്യക്തിപരമായി ഞങ്ങൾ അധിക്ഷേപിക്കുന്നില്ല, ഞാൻ ആരെയാ വഞ്ചിച്ചതെന്ന്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം അവർ ഓരോ നിമിഷവും ആ സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ടാണ് ഓരോ നിമിഷവും വഞ്ചിക്കുന്ന പ്രവർത്തനം അവർ നടത്തുകയാണ്. ചുമന്ന കൊടി പിടിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല. അങ്ങനെ ചുമന്ന കൊടി പിടിച്ച ഒരുപാട് പാർട്ടികളാണ്. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരക്ഷരം ഞാൻ പറഞ്ഞു ഈ നിമിഷം വരെ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. പാർട്ടിക്ക് എതിരായിട്ട് എത്ര പേരെ മാറ്റാമോ അത്രയും പേരെ മാറ്റി പാർട്ടി അവർ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, അവർ തന്നെ ഈ പാർട്ടിയെ കുഴിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തെ എന്ന് വഞ്ചിച്ചു? അതോ തൊഴിലാളി വർഗത്തിന് ഇവിടെ സേവനം അനുഷ്ഠിച്ചു? ഇവരെന്ത് സേവനം അനുഷ്ഠിച്ചു? അതുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പണ്ട. പാർട്ടി ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക. ജി സുധാകരനെ വെറുതെ വിട്ടേക്കുക. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ജനം വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കും. കേട്ടല്ലോ. മാത്രമല്ല ഇപ്പോഴത്തെ പുതിയൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. UDF-ലേക്ക് അദ്ദേഹം പോകുന്നു എന്നൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. ഈ UDF-ലേക്ക് പോകുന്നു എന്ന് ആരോപിക്കുന്നവർ അദ്ദേഹത്തിന്റെ അനുജനായ ജി ഭുവനേശ്വരനെ എങ്ങനെയാണ് അദ്ദേഹത്തിന് നഷ്ടമായതെന്ന് കൂടി ഓർത്താൽ നന്ന്. കാരണം പന്തളം NSS കോളേജിലെ 2ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്നു ജി ഭുവനേശ്വരൻ. അദ്ദേഹം മരിച്ചത് അല്ലെങ്കിൽ രക്തസാക്ഷിയായത് KSUക്കാരുടെ മർദ്ദനമേറ്റാണ്. 1977 ഡിസംബർ 7-നാണ് അദ്ദേഹം മരിച്ചത്. സുധാകരന് സ്വന്തം അനുജന് നഷ്ടമായത് തീർത്താൽ തീരാത്ത ഒരു നഷ്ടം തന്നെയാണ് സുധാകരന്റെ കുടുംബത്തിന് ഉള്ളത്. അതാർക്കും ഒന്നും നികത്താൻ പറ്റുകയില്ല, പാർട്ടിക്ക് പോലും. രക്തസാക്ഷിത്വത്തിന്റെ മണ്ഡപത്തിന്റെ മുന്നിൽ നിന്നാണ് ജി സുധാകരനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ പോലെ പന്തവും പിടിച്ച് ബാനറും തൂക്കി പിടിച്ച് CPM പ്രവർത്തകർ, അതായത് ഇപ്പോഴത്തെ സഖാക്കൾ നടക്കുന്നത്. ആക്ഷേപഹാസ്യമായിട്ട് മുദ്രാവാക്യം വിളിച്ച്, വർഗവഞ്ചന മുദ്രാവാക്യം വിളിച്ച് പോകുന്നത്. അദ്ദേഹം ഇപ്പോഴും 3ാം പിണറായി ഭരണം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ സന്തോഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെ VD സതീശൻ ഒരു കാര്യം പറഞ്ഞു. 2 വള്ളത്തിൽ ഒരുമിച്ച് കാല് കുത്തരുതെന്നാണ് VD സതീശന്റെ ഒരു പരസ്യമായ താക്കീത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള ഒരു മറുപടിയാണ് ജി സുധാകരൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. 3ാം പിണറായി സർക്കാർ വരുന്നതാണ് സന്തോഷം എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ UDF എങ്ങനെ പിന്തുണയ്ക്കും എന്ന ചോദ്യം പൊതുവിൽ. ഞാൻ UDF-ൽ ആരോടും പിന്തുണ ചോദിച്ചില്ലല്ലോ. ഒരു പിന്തുണയും ചോദിച്ചാൽ UDF-ൽ ആരും എൻ്റെ പിന്തുണയും ചോദിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഞാൻ പൂർണ്ണ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടി കേട്ടല്ലോ. അദ്ദേഹം ഇതുവരെ ഒരു പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതായത് CPM-ൽ നിന്ന് ഇറങ്ങി കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ പോകുമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സ്വതന്ത്രനായിട്ട് മത്സരിക്കണം, എന്നെ സ്വതന്ത്രനായിട്ട് വിടൂ എന്നാണ് അദ്ദേഹം അപ്പോഴും ഇപ്പോഴും പറയുന്നത്. ഉരുളക്കുപ്പേരി എന്നുള്ള മറുപടി തന്നെയല്ലേ ഇപ്പോൾ കൊടുത്തത്. അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കൂ, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് നിങ്ങൾ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ സപ്പോർട്ട് ചെയ്യുകയില്ല, പിന്തുണ എടുക്കുകയില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്
അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി CPM-കാരുടെ അടുത്ത നീക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നീക്കം മനസ്സിലാക്കി കോൺഗ്രസ് പിന്തുണ കൊടുത്തു അല്ലെങ്കിൽ പിന്തുണ ചോദിച്ചു എന്നാണ് ഇനി അവർ വരുത്തി തീർക്കാൻ പോകുന്നത്. പാർട്ടിയിൽ പിടിമുറുക്കിയ പിണറായി സത്യനും കണ്ണൂർ ലോബിക്കുമെതിരെ ശക്തമായി പോരാടിയ ഒരു വ്യക്തി തന്നെയാണ് ജി സുധാകരൻ. ഇതിനു മുമ്പ് നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, ഒരു സഖാവ് ഉണ്ടായിരുന്നു, കറ കളഞ്ഞ ഒരു സഖാവ് ഉണ്ടായിരുന്നു. ഇതുവരെയും അഴിമതിയുടെ ആരോപണങ്ങൾ പോലും പെടാത്ത നമ്മുടെ VS അച്യുതാനന്ദൻ, അദ്ദേഹവും പിണറായി സത്യനും കണ്ണൂർ ലോബിക്കുമെതിരെ ശക്തമായി പോരാടിയ ഒരു സഖാവാണ്. ആ സഖാവിന്റെ മരണശേഷം അവസാനത്തെ കമ്മ്യൂണിസ്റ്റായ ജി സുധാകരന് കൂടി പടി ഇറങ്ങുമ്പോൾ ഇനി CPM പാർട്ടി ഭരിക്കുന്നത് കണ്ണൂർ ലോബിയും പിണറായിസവുമാണ്. കാരണം പാർട്ടി ഇത്ര അധപതനത്തിന് കാരണമായത് പാർട്ടിക്ക് എതിരെ എന്തെങ്കിലും തിരിച്ചു പറയാൻ ഒരാളും ഇല്ല, ഒരാളും ഉണ്ടാകരുത് എന്നുള്ള ഒരു പിടിവാശിയാണ് പാർട്ടി ഇത്ര അധപതനത്തിലേക്ക് എത്തിക്കുന്നത്. അവസാനമായി അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ മുന്നണിയില് CPM-കാർ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ മുന്നണി ആരുടെയാണ്? തമിഴ്നാട്ടിലും ബംഗാളിലും ത്രിപുരയിലും എല്ലാം കോൺഗ്രസുകാരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുമല്ലേ CPM-കാർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൂടാ? ഇവിടെ എല്ലാവർക്കും ഭരണഘടനയിൽ നമുക്കൊരു അവകാശമുണ്ട്, സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് CPM-കാർ ചെയ്യുന്നത്. ഇരയെ വേട്ടയാടുകയാണ് എപ്പോഴും ചെയ്യുന്നത്. സത്യം പറയുന്നവന് ചാപ്പ കുത്തുന്നു, വർഗവഞ്ചകൻ അല്ലെങ്കിൽ കുലം കുത്തി എന്നൊരു മൈൻഡാണ് CPM-കാർക്കുള്ളത്. ആരെ തോൽപ്പിക്കാനാണ്? ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ കള്ളികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കറ കളഞ്ഞ ഒരു നേതാവിനെയാണ് നിങ്ങൾ ആക്ഷേപഹാസ്യം കൊണ്ട് റോഡുകളിൽ വർഗവഞ്ചകൻ എഴുതി അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പരിസരത്ത് വരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി?